നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗിലേക്ക് കടക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും പരകായ പ്രവേശവും കൂടുവിട്ട് കൂടുമാറലുമെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലുമെല്ലാം ഒരു പുതുമയും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ന്യൂസ് 18 കേരളം എഡിറ്റർ രാജീവ് ദയരാജും ചേരുന്നു നമുക്കൊപ്പം. ദേശീയതലത്തിൽ വയനാട് സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ് BJP. നരേന്ദ്രമോദിക്ക് പിന്നാലെ BJP അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചാണ് അമിത്ഷാ പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വയനാട്ടിലെത്തിയപ്പോൾ നടത്തിയ റോഡ് ഷോ കണ്ടപ്പോൾ പാകിസ്ഥാനിലാണോ എന്ന് സംശയം തോന്നിയെന്നാണ് ഷായുടെ പരാമർശം. राहुल बाबा अपने गठबंधन के लिए केरल के अंदर ऐसी सीट पर जाकर खड़े हैं कि मालूम ही नहीं पड़ता जुलूस निकलता है तो भारत है या पाकिस्तान का जुलूस है. इसलिए वो चुप हो गए. ना धारा 370 के लिए बोलते हैं, ना नेशनल कॉन्फ्रेंस के लिए बोलते हैं. എഡിറ്റർ രാജീവ് ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. രാജീവ്, യോഗി ആദിത്യനാഥ് നടത്തുന്ന പരാമർശം പോലെയുമല്ല, BJPയുടെ ദേശീയ അധ്യക്ഷനാണ് അത്ര രൂക്ഷമായ ഒരു പരാമർശം ഒരു സംസ്ഥാനത്തെ, ഒരു ജില്ലയെ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ആരോപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. അത് അത്രയും ഗൗരവമുള്ള ഒന്നായിട്ട് തന്നെ കണക്കാക്കേണ്ടതല്ലേ? തികച്ചും ഗൗരവമുള്ള ഒരു പരാമർശമാണ് ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നടത്തിയിരിക്കുന്നത്. അത് ഇപ്പോൾ BJP നേതാക്കൾ പലരും എന്തെങ്കിലും തരത്തിൽ BJP വിമർശിക്കുന്നത് അല്ലെങ്കിൽ ദേശീയതയ്ക്ക് അല്പം എതിർ നിൽക്കുന്നതായി തോന്നുന്ന BJPക്ക് തോന്നുന്ന പ്രസ്താവനകൾ നടത്തുന്നവർ അവരോടൊക്കെ പലരോടും പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന അത്തരത്തിൽ ആക്ഷേപിക്കുന്ന ഒരു നേതാക്കൾ കൂടി ഉള്ള പ്രസ്ഥാനമാണ് BJP. ഇതിൻ്റെ മറ്റൊരു വശം നോക്കിയാൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യയിൽ BJP വരുന്നതാണ് സമാധാന ശ്രമങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ വാർത്തകൾ വളരെ പ്രാധാന്യത്തോടെ വന്ന ദിവസം തന്നെയാണ് BJP അധ്യക്ഷൻ അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത്. ഒരുപക്ഷെ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി കണ്ടിട്ടാകണം ഇത്തരത്തിൽ, ഏതായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്, കേരളത്തിലെ മുസ്ലിം ലീഗിന് വയനാട്ടിലും പരിസരങ്ങളിലുമൊക്കെ നല്ല ശക്തമായ സ്വാധീനം ഉള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരുടെ കൊടികൾ ഈ ഘടകകക്ഷി എന്ന രീതിയിലായാലും അല്ലാതെ പ്രവർത്തകരുടെ ആവേശത്തിലും രാഹുൽ ഗാന്ധി വന്നപ്പോൾ വളരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടാകണം. ഈ കൊടി ആയിരിക്കണം ഒരുപക്ഷെ പാകിസ്ഥാനിലാണോ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നത്, അല്ലെങ്കിൽ വയനാട്ടിൽ കണ്ടത് പാകിസ്ഥാനിലാണെന്ന് സംശയം തോന്നുന്നു എന്ന രീതിയിൽ ഇന്ന് അമിത്ഷായെ കൊണ്ട് പറയിപ്പിച്ചത്. അത് തികച്ചും നിർഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് BJPയുടെ ദേശീയ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുസ്ലിം ലീഗിന്റെ പതാക സംബന്ധിച്ച് പരാമർശമുണ്ടായപ്പോൾ സംസ്ഥാനത്തെ BJP നേതാക്കൾ കൃത്യമായിട്ട് പ്രതിരോധത്തിലായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പരാമർശിക്കാതെ തൽക്കാലം തടി രക്ഷിക്കുകയായിരുന്നു. അത് തന്നെ ഏതാണ്ട് ഇപ്പോഴും നടന്നു എന്ന് തോന്നുന്നു. സംസ്ഥാനത്തെ BJP നേതാക്കളെ അവിടെ മത്സരിക്കുന്ന NDAയുടെ ഘടകകക്ഷിയായ BDJSനെ അത് പ്രതിരോധത്തിലാക്കുന്നില്ല. സംസ്ഥാനത്തെ BJP നേതാക്കളുടെ കാര്യം പറഞ്ഞാൽ ഈ ദേശീയ തലത്തിൽ BJP സ്വീകരിച്ചിരിക്കുന്ന രീതിയിലുള്ള അത്ര കടുത്ത ഒരു മുസ്ലിം വിരുദ്ധത സംസ്ഥാനത്തെ BJP നേതാക്കൾക്ക് അവർ പല കാര്യങ്ങളും സ്വീകരിക്കാറില്ല. പൊതുവേദികളിൽ അവർ ഒന്നിച്ച് പങ്കെടുക്കാറുണ്ട്, അല്ലെങ്കിൽ സൗഹൃദം പങ്കിടാറുണ്ട്. കേരളത്തിൽ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഒരു മതമൈത്രി എന്ന് പറയുന്നത് വളരെ സജീവമായും ശക്തമായും നിലനിൽക്കുന്ന ഒരു നാടാണ് കേരളം. അതിൻ്റെ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ BJP നേതാക്കൾ പലപ്പോഴും പെരുമാറാറുള്ളത്, സംസാരിക്കാറുള്ളത്. പക്ഷേ കേന്ദ്രത്തിലെ BJP നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. അവർ ഒരു ഹിന്ദു ഏകീകരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ നയങ്ങൾ സ്വീകരിക്കുന്നതും പാർട്ടിയുടെ പ്രവർത്തനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാകണം വയനാട്ടിലെ ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പാകിസ്ഥാനോട് ഉപമിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഉണ്ടായത്. അത് കേരളത്തിലെ BJP നേതാക്കൾക്ക് കേന്ദ്ര നേതാക്കൾ സ്വീകരിക്കുന്ന ഈ നയം അതേപടി തുടരാനോ ഈ രീതിയിൽ സംസാരിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. ഏതായാലും അമിത്ഷാക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. അത്യന്തം ആപൽക്കരമായ പ്രസ്താവന അമിത്ഷാ പിൻവലിക്കണമെന്നാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടത്. BJP അധ്യക്ഷനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. അമിത്ഷായുടെ പ്രസ്താവന അത്യന്തം ആപൽക്കരമാണ്. സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ സംഘപരിവാർ ശക്തിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രതിഫലമായിട്ട് മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ജനങ്ങളിൽ വർഗീയത ആളിക്കത്തിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായി തന്നെ അതിനെ നേരിടേണ്ട ജനങ്ങൾ മുന്നോട്ട് വന്ന് നേരിടും. ഞാൻ ഏതായാലും അമിത്ഷായുടെ പേരിൽ നടപടി സ്വീകരിക്കണം. ജനങ്ങൾ മുന്നോട്ട് വന്ന് നേരിടും എന്ന് പറയുന്നു. കോൺഗ്രസ് സ്ഥിരമായി നടത്തുന്ന ഒരു പ്രതികരണത്തിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടിയിലേക്ക് പോകുമെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷേ
അങ്ങനെയൊക്കെ ഒരു പ്രതികരണത്തിലേക്ക് കോൺഗ്രസ് പോകാനുള്ള സാധ്യത വിരളമാണെന്നല്ലേ പറയുന്നത്? കോൺഗ്രസിന്റെ പ്രതികരണം തികച്ചും ദുർബലമാണ്. അത് ഈ ഒരു വാചകങ്ങളിലുള്ള ആവേശമോ ഒക്കെ മാത്രമായി അടങ്ങാനാണ് സാധ്യത. അത് BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഉള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന വെല്ലുവിളിയെ ഫലപ്രദമായി നേരിട്ട ഒരു ചരിത്രം കേരളത്തിലെ കോൺഗ്രസിന് അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ ഒന്നുമില്ല. ഇപ്പോൾ ഏറ്റവും ആദ്യം രാഹുൽ ഗാന്ധി മുൻപെങ്ങോ ഒരു ചടങ്ങിൽ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ പങ്കെടുത്തപ്പോൾ കോൺഗ്രസ് കൊടിക്കൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ കൊടി കൂടി ഉള്ള ചിത്രം ഉപയോഗിച്ച് അത് നമ്മുടെ ന്യൂസ് 18 കേരളത്തിൻ്റെ ടെലിവിഷനിൽ വന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. അത് പലയിടത്തും വ്യാപകമായി ദേശീയ തലത്തിൽ പോലും ഉപയോഗിച്ചത്. ഈ ചിത്രം എടുത്തു വെച്ച് വളരെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ദേശീയ തലത്തിൽ നടന്നു. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കണ്ടില്ലേ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞില്ലേ? ഇതിങ്ങനെ ഉണ്ടായിട്ട് എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടായി? പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും പരോക്ഷമായ പരാമർശം ഉണ്ടായിട്ട് എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടായി? ഇപ്പോൾ വളരെ നേരിട്ട് BJP ദേശീയ അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശവും അല്ലെങ്കിൽ പാകിസ്ഥാനോട് ഉപമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രതികരണമെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും BJPയുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെ അല്ലെങ്കിൽ ധ്രുവീകരണ നീക്കങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് പലപ്പോഴും പരാജയമായിരുന്നു കോൺഗ്രസ്. ഇത്തവണയും അത് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. കൃത്യമായി ഇതൊരു രാഷ്ട്രീയമായി നോക്കിക്കാളും സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഇതൊരു ദേശീയപരമായിട്ട് NDAയും കോൺഗ്രസും തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു ഇക്വേഷൻ അതിനകത്ത് കൃത്യമായി വരുന്നുണ്ട്. ന്യൂനപക്ഷ മേഖലയിലേക്കാണ് രാഹുൽ മത്സരിക്കാനായി ഓടിപ്പോയതെന്ന് തുടങ്ങിയുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തുടർച്ചയായിട്ടാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് BJP ഉദ്ദേശിക്കുന്നത്? ഈ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ആദ്യം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നതിന് AK ആന്റണിയുടെ പ്രഖ്യാപനത്തിന് ഒരു 8 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ വാർത്ത വരുന്നത്. അന്നു മുതൽ തന്നെ BJP പ്രചാരണം തുടങ്ങിയത് ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലയിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കാൻ പോകുന്നു എന്ന തരത്തിലായിരുന്നു പ്രചാരണം. ആ പ്രചാരണത്തിന്റെ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ അവരുടെ അതൃപ്തിക്ക് ഇടയാക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയതുകൊണ്ട് BJPക്ക് കേരളത്തിൽ വലിയ നഷ്ടമൊന്നും ഉണ്ടാകാനില്ല. കൂടിപ്പോയാൽ എന്തായാലും കോൺഗ്രസും അല്ലെങ്കിൽ ഇടതുപക്ഷവും ചേർന്ന് വലിയ രീതിയിൽ BJP എതിർക്കുന്നു. BJPക്ക് എത്രത്തോളം സീറ്റുകൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷയില്ല. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു പ്രചാരണം ദേശീയ തലത്തിൽ അല്ലെങ്കിൽ BJP ലക്ഷ്യം വയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ നേട്ടം കുറെ കൂടി വർദ്ധിപ്പിക്കുന്നതിനും കോൺഗ്രസിന്റെ നേതാവ് AICC അധ്യക്ഷൻ കൂടിയായ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നുവെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനാണെന്ന് തോന്നിപ്പിക്കുന്ന സ്ഥലത്ത് മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള BJPയുടെ അല്ലെങ്കിൽ അവരെ വളരെ തന്ത്രപരമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അത് ദേശീയ തലത്തിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്നു. ഇതിനിടയിൽ കേരളത്തിൽ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി ഇന്ന് നടന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFൽ കയറിപ്പറ്റാൻ PC ജോർജ് ശ്രമം നടത്തിയിരുന്നതാണ്. ഇതിന്റെ ഭാഗമായി ഡൽഹിയിലെത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി ചർച്ചയും നടത്തി. എന്നാൽ സംസ്ഥാന കോൺഗ്രസ് ഘടകം പച്ചക്കൊടി കാണിച്ചില്ല. UDFലേക്ക് തിരിച്ചു കയറാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി ദിവസങ്ങളോളം കാത്തിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ എതിർപ്പിൽ തട്ടി ആ ശ്രമവും പാളി. ഒടുവിലിതാ LDFും UDFും കഴിഞ്ഞ് PC NDAയിൽ. പത്തനംതിട്ടയിലായിരുന്നു PCയുടെ പുതിയ മുന്നണി പ്രഖ്യാപനം. രാഷ്ട്രീയ സാഹസികതയുടെ കൂടി പര്യായമായിട്ട് നമ്മളെല്ലാം കാണുന്ന അനീതിക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തി നിൽക്കുന്ന PC ജോർജ്. അദ്ദേഹം വന്നതോടുകൂടി NDA സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ്റെ വിജയം 100% സുനിശ്ചിതമായ സാഹചര്യമാണ്. അദ്ദേഹത്തെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനുമായിട്ട് തയ്യാറായിട്ടുള്ളത്. എന്തുകൊണ്ട് മോഡിക്ക് നേതൃത്വം കൊടുക്കുന്ന NDAയുമായി സഹകരിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ, നാളിതുവരെയായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ 5 കൊല്ലം കൊണ്ട് നടപ്പാക്കാൻ പ്രധാനമന്ത്രി ചെയ്ത പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. ഇപ്പോൾ മോഡിജിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ റബ്ബർ ആക്ടിന്റെ കരട് പദ്ധതി വന്നപ്പോൾ അതിനകത്ത് തന്നെ റബ്ബറിനെ നാണ്യവിളയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കസ്തൂരി റിപ്പോർട്ട് നടപ്പാക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിന് ഈ 5 കൊല്ലമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല.
അപ്പൊ കോൺഗ്രസ് ഗവൺമെന്റ് നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. ഇവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അവരെ രക്ഷിക്കുന്നതിന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് BJP നേതൃത്വം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. കേരള ജനപക്ഷം സെക്യൂരിനെ NDAയുടെ ഭാഗമാക്കിയതിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ആചാര സംരക്ഷണത്തിന് നേതൃത്വം കൊടുത്തവരാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. തീർച്ചയായും ആ കാര്യത്തിലൊക്കെ സുരേന്ദ്രൻ എന്ന ആ ചെറുപ്പക്കാരന്റെ വിജയം പത്തനംതിട്ടയിൽ ഉറപ്പാക്കാൻ കേരള ജനപക്ഷം സെക്യൂരിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 100% എഴുതിയിട്ടോളൂ. മിനിമം 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേന്ദ്രൻ ഇവിടെ MP ആയി പാർലമെന്റിൽ പോകും. യാതൊരു സംശയവും വേണ്ട. കുമ്മനം രാജശേഖരന്റെ വിജയവും ഉറപ്പാക്കാൻ കേരള ജനപക്ഷത്തിന്റെ സർവ്വ കഴിവുകൾ ഉപയോഗിക്കും. കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലം വലിയ അവകാശവാദമൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ 2 ആഴ്ച തികച്ചില്ല. പ്രധാനമന്ത്രിയുടെ കർഷക സ്നേഹം പ്രകീർത്തിച്ചുകൊണ്ട് PC NDAയിലേക്ക് എത്തിയിരിക്കുന്നു. എന്ത് മാറ്റമാണ് NDAക്ക്, എന്ത് മാറ്റമാണ് ജനപക്ഷത്തിന് ഉണ്ടാകുന്നത്? പ്രധാനമായും പത്തനംതിട്ട മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ, BJPയുടെ പ്രമുഖ നേതാവ് കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ PC ജോർജിന്റെ ഈ പിന്തുണയും, PC ജോർജ് പിന്തുണ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ കടന്നുവരവ്, NDAയിൽ ഘടകകക്ഷിയാക്കിക്കൊണ്ട് ഉള്ള കടന്നുവരവ് പത്തനംതിട്ടയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്, പ്രത്യേകിച്ച് PC ജോർജിനെ പോലെ ഒരാൾ വരുന്നു. അദ്ദേഹം കുറേ നാൾ UDFന്റെ ഭാഗമായിരുന്നു, അതിനുശേഷം LDFന്റെ ഭാഗമായി, പിന്നീട് UDFന്റെ ഭാഗമായി, അതിനുശേഷം LDFലും UDFലും ഇല്ലാതെ അദ്ദേഹം സ്വന്തമായി വിജയിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു. ഇതിനുശേഷവും ഏതെങ്കിലും ഒരു മുന്നണിയിലെത്തുക എന്നുള്ളത് PC ജോർജിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുക എന്നുള്ളത്. അത് UDFലും LDFലും നടക്കുന്നില്ല എന്ന് ബോധ്യമായതോടെ ആണ് NDA എങ്കിൽ NDA എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായിരുന്നു അത്. അതിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത്. ശബരിമല പ്രക്ഷോഭകാലത്ത് സജീവമായി BJPക്കൊപ്പവും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കൊപ്പവും ഉള്ള ഒരു നിലപാടാണ് PC ജോർജ് എടുത്തിരുന്നത്. അത് പലരെയും അമ്പരപ്പിച്ചിരുന്നു. എങ്കിൽ പോലും അതിന് തൊട്ടു മുമ്പ് വരെ UDFലേക്ക് വരാനുള്ള ശ്രമം നടത്തി, സോണിയാഗാന്ധിയെ കാണാനുള്ള ശ്രമം നടത്തി, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അപേക്ഷ നൽകി കാത്തിരുന്നു. ഇതൊന്നുമാകാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ PC ജോർജ് വന്നിരിക്കുന്നത്. PC ജോർജിനെ പോലെ ഒരാളിനെ, പ്രത്യേകിച്ചും പൂഞ്ഞാർ മണ്ഡലത്തിലും അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലുമൊക്കെ സ്വാധീനമുള്ള, പൂഞ്ഞാറിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച PC ജോർജിനെ കൊണ്ടുവരുന്നത് BJPക്ക് പത്തനംതിട്ടയിൽ സഹായകമാകും എന്നാണ് BJPയുടെ പ്രതീക്ഷ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ ഇപ്പം PC അവകാശപ്പെടുന്ന പോലെയാണെങ്കിൽ പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം, മധ്യ തിരുവിതാംകൂറിൽ എത്ര സ്വാധീനം BJPക്ക് കിട്ടും PC കൂടെ ഉണ്ടെങ്കിൽ? PC ജോർജ് കൂടെ ഉണ്ട് എന്ന് വെച്ച് മധ്യ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പൂഞ്ഞാറിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമാണ് അദ്ദേഹം കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് നിന്ന് ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. പക്ഷേ അത് NDAയോടൊപ്പം ചേരുമ്പോൾ, BJPയോടൊപ്പം ചേരുമ്പോൾ, BJPയോടൊപ്പമുള്ള BJP നയിക്കുന്ന മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ആ സ്വാധീനം അതേപടി നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് PC ജോർജിന് മുന്നിലുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ചും അവിടെ ക്രൈസ്തവ ന്യൂനപക്ഷം, അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഇപ്പോൾ ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങളിൽ ഒക്കെ അവർക്ക് ഒരു സ്വാധീനമുണ്ട്. അവരൊക്കെ PC ജോർജിനെ പണ്ട് കരുതുന്നത് പോലെ തന്നെ ഇപ്പോഴും വീണ്ടും കരുതുമോ തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാനുള്ളതാണ്. ഏതായാലും PC ജോർജിനെ കിട്ടി എന്നുള്ളത് പത്തനംതിട്ടയിൽ BJPക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. വോട്ടുകൾ എത്രത്തോളം അധികം നൽകും എന്നുള്ളത് വരും ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി NDA സംബന്ധിച്ചിടത്തോളം UDFന്റെ മുന്നിൽ വന്നിട്ടും ആ വാതിൽ തുറക്കാൻ UDF തയ്യാറായില്ല. മാണി വിഭാഗം ഇടപെട്ടതാണെങ്കിൽ പോലും NDAക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും PC കൂടെ നിൽക്കുന്ന കാര്യം? PC ജോർജിനെ മുന്നണികളുടെ എക്സ്പീരിയൻസ് വെച്ചാണെങ്കിൽ, അവരുടെ അനുഭവം വെച്ചാണെങ്കിൽ PC ജോർജിനെ എത്ര നാൾ കൂടെ നിർത്താൻ കഴിയും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് PC ജോർജിന് എപ്പോൾ വേണമെങ്കിലും മുന്നണി നേതാക്കളുമായി അഭിപ്രായ വ്യത്യാസം തോന്നാം. മുന്നണി നേതാക്കൾക്ക് PC ജോർജുമായി അഭിപ്രായ വ്യത്യാസം തോന്നാം. മുന്നണിയുടെയോ പാർട്ടികളുടെയോ ഒന്നും ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലല്ല PC ജോർജിൻ്റെ പ്രവർത്തനം. ആർക്കെതിരെയും എപ്പോൾ വേണമെങ്കിലും ആക്ഷേപം ഉന്നയിക്കാം. അദ്ദേഹം പറയുന്നത് ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെടാറുണ്ട്. ഏതായാലും ഇത് NDAയെ സംബന്ധിച്ചിടത്തോളം PC ജോർജിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ആവശ്യമുള്ള ഒരു കാര്യമാണ്. PC ജോർജിന് എത്ര നാൾ ആ മുന്നണിയിൽ കഴിയാൻ കഴിയും, അല്ലെങ്കിൽ എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് പലവിധ ഘടകങ്ങളെ, ഇവർ തമ്മിലുള്ള ബന്ധം, രാഷ്ട്രീയ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിനപ്പുറം
പൂഞ്ഞാറിൽ, തൻ്റെ സ്വന്തം തട്ടകമായ പൂഞ്ഞാറിൽ ജനങ്ങളുടെ ഇടയിൽ, വോട്ടർമാരുടെ ഇടയിൽ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കും എന്ന് കൂടി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും PC ജോർജ് മുന്നോട്ട് പോവുക. കാരണം ഇതിനു മുൻപ് അരുവിക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് VSDP എന്ന് പറയുന്ന ഇവിടെ സ്വാധീനമുള്ള ഒരു സംഘടനയുമായി ചേർന്നാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത്. പക്ഷേ ആ സ്ഥാനാർത്ഥി ശ്രമവും ഒക്കെ പൊളിഞ്ഞതോടുകൂടി VSDPയുമായുള്ള ബന്ധം, അത്തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം മാത്രം തീരുമാനിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഏർപ്പെടുകയും ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയും അദ്ദേഹത്തിന് കഴിയും. PC ജോർജ് എന്ന് പറയുന്നു, സുരേന്ദ്രൻ MP ആയി പാർലമെന്റിലെത്തും, കുമ്മനം ജയിക്കാൻ എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതേ PC തന്നെ പറയുന്നു, പക്ഷെ കോട്ടയത്ത് വലിയ അവകാശവാദത്തിനൊന്നും ഞങ്ങളില്ല. അതായത് PC തോമസിനെതിരെ ഒരു പരോക്ഷമായിട്ടുള്ളൊരു ആക്രമണം മുന്നണിയിൽ ചേർന്ന ആദ്യ ദിവസം തന്നെ നടത്തിയിരിക്കുകയാണ്. ഒരു മുന്നണി മര്യാദയ്ക്ക് അപ്പുറത്തേക്കല്ലേ ആ NDAയുടെ ഘടകകക്ഷി സ്ഥാനാർത്ഥിക്കെതിരെ ആ രീതിയിലുള്ള ഒരു പരാമർശം നടത്തുന്നത്? PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെസ്റ്റ് ഡോസ് അല്ലെങ്കിൽ ഒരു തുടക്കം തന്നെ ഇതാണ് PC ജോർജ്. അത് NDA നേതാക്കളാണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷി നേതാവാണ് PC തോമസ്. അദ്ദേഹം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. കോട്ടയം പോലെ അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഒരു മേഖലയിൽ ശക്തമായ മത്സരം കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് മുന്നണിയിലേക്ക് വന്നു കയറിയ PC ജോർജ് PC തോമസിനെതിരായ ഒരു പ്രസ്താവന തന്നെ നടത്തുന്നു. ഇത് വരും ദിവസങ്ങളിലും NDA പ്രതീക്ഷിക്കണം. അത് BJP നേതാക്കൾക്കെതിരെയാകാം, മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾക്കെതിരെയാകാം, ആർക്കും എതിരെയാകാം. അതുകൊണ്ട് തന്നെ PC ജോർജ് നാളെ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതൊന്നും NDA നേതാക്കൾക്കോ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അതിന്റെ എന്ത് ഫലമാണെങ്കിലും അത് NDA അനുഭവിക്കേണ്ടി വരും. NDAയുടെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയണം. പക്ഷെ PC ജോർജിന്റെ ലക്ഷ്യം എന്താണ് രാഷ്ട്രീയപരം? PC ജോർജ് ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എനിക്ക് മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാവുക, മുന്നണിയുടെ ഭാഗമാകാതെ വെറും ഒരു MLA ആയി നടക്കുന്നതുകൊണ്ട് എന്ത് കാര്യം എന്നൊരു പക്ഷേ PC ജോർജ് ചിന്തിച്ചിരിക്കണം. PC ജോർജ് അവകാശപ്പെടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇത് ഒരു വലിയ പ്രസ്ഥാനമായി, NDA എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനമായി മാറുകയും 10 MLA-മാരുമായിട്ട് നിയമസഭയിലേക്ക് കയറി ചെല്ലാൻ കഴിയും. അങ്ങനെ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി, എത്രയോ വർഷമായി അദ്ദേഹം MLA ആയി തുടരുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുറച്ചുനാൾ ചീഫ് വിപ്പ് പദവി ലഭിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം ഇത്രയും ആ ഒരു മേഖലയിൽ സ്വാധീനമുള്ള നേതാവ്, പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ സ്വാധീനമുള്ള നേതാവാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പദവിയിലെത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിലുള്ള പദവികൾ മോഹിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല. കേരളത്തിലെ പ്രബലമായ മുന്നണികളുടെ ഭാഗമായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തിടത്തോളം അദ്ദേഹം പുതിയൊരു ഒരു ആശ്രയസ്ഥാനം തേടുകയായിരുന്നു. പക്ഷേ അവിടവുമായി എത്ര നാൾ PC ജോർജിന് ഒത്തുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. ഏതായാലും NDA സർക്കാരിൽ നിന്ന് അത്ര നല്ല ദിവസമല്ല. റഫാലിൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി, ഒപ്പം മോദി സിനിമ പെട്ടിയിലിരിക്കട്ടെ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന് റഫേലിന്റെ രൂപത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് പ്രഹരമേറ്റത്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കരുതെന്ന കേന്ദ്ര സർക്കാർ വാദം തന്നെ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഈ രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വാദം കേൾക്കും. ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പേരിൽ രേഖകൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കാൻ സർക്കാരിന് പാർലമെന്റ് അധികാരം നൽകിയിട്ടില്ലെന്ന് പ്രധാന വിധിയിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. It's a very important decision, both for our petition, because they have said that will be heard, and they have said it unanimously. Second, that they have rejected all these peculiar arguments of the government. The 3 judges have done so unanimous, said that they will hear the review petition, and by an order which they will give, they will set the date for hearing it. That's wonderful. They have said that yes, we will listen to the arguments for review, and not only on those documents, but the whole petition will be argued. And it is a very big victory for the journalists and for investigative work and for ensuring accountability in the country. എന്താണ് കോടതിയിൽ ശരിക്കും സംഭവിച്ചത്? ഇതെങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നത്? റഫാൽ ഇടപാട് സംബന്ധിച്ച് കേസ് വന്നു അത് തള്ളിപ്പോയി. പരാതി നൽകിയവർക്കെതിരായിട്ടാണ് വിധി വന്നത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെൻറ്റ്സ്, രേഖകൾ പുറത്തു വന്നത്. ആ രേഖകൾ പുറത്തു വന്നപ്പോൾ വീണ്ടും റിവ്യൂ ഹർജിയുമായി ചെല്ലുമ്പോൾ റിവ്യൂ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ രേഖകൾ പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു പ്രശ്നം. അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ പാടില്ല, ഇത് ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റാണ്, ഇതിന് ചില രഹസ്യ സ്വഭാവമുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാർ വാദിച്ചു. പക്ഷേ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് റിവ്യൂ പരിഗണിക്കുമ്പോൾ ഇതും പരിഗണിക്കാം എന്നുള്ളത്, ഇതുകൂടി പരിഗണിക്കും എന്നുള്ളതാണ്
ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. നേരത്തെ തള്ളിക്കളഞ്ഞിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തിനെ എതിർത്തോ അതിന് വിപരീതമായി, കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി, കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾക്ക് വിരുദ്ധമായി സുപ്രീം കോടതി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുന്ന സമയത്ത് ഈ രേഖകൾ കൂടി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ടു, അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറിയുടെ കുറിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതിന്റെ ഘട്ടത്തിൽ പരിഗണിക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്ന ഒരു കാര്യം. ഇത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടിന് തിരിച്ചടിയാണ്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം എത്തിയിരിക്കുന്നു. നാളെ ഒരു 91 മണ്ഡലങ്ങൾ വിധി എഴുതാൻ പോകുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും. പ്രാക്ടിക്കലായിട്ട് വിഷയം തെരഞ്ഞെടുപ്പാണ്. ഈ പറഞ്ഞ 91 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ, പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കൃത്യമായ ഒരു വിധി ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഒരു ക്ലീൻ ചിറ്റ്, മുൻപ് നൽകിയ ക്ലീൻ ചിറ്റിന്റെ ആ സ്റ്റാറ്റസ് കോ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ അതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, ജനങ്ങളെ ബാധിക്കാൻ. ഇത് ജനങ്ങളെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് വേറൊരു പ്രശ്നം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടം എത്തിയിരിക്കുന്നു. പ്രതിപക്ഷമാണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമല്ലായിരുന്നെങ്കിൽ ഇത്ര കണിശമായി ഇതിന്റെ പുറകെ നിൽക്കുമായിരുന്നോ എന്നുള്ള കാര്യവും സംശയമാണ്. ഏതായാലും ഇതിന്റെ ഓരോ വിശദാംശങ്ങളിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാർ പരിശോധിക്കുക, നോക്കുക, കാണുക എന്നുള്ളത് ഉണ്ടാകുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ചില നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു സംശയത്തിന്റെ പുകമറ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇന്ന് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായാലും ഇല്ലെങ്കിൽ തന്നെയും അത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ളത് സംഭവിച്ചിട്ടുണ്ട്. പല രീതിയിലും പല അഭിപ്രായ വോട്ടെടുപ്പുകളിലും ഈ സീറ്റുകളുടെ കാര്യമൊക്കെ തെറ്റിപ്പോയാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന്റെ ഭാഗമായി എടുത്തു നോക്കുമ്പോൾ ഈ റഫാൽ അഴിമതി എന്ന് പറയുന്നത്, അഴിമതി ആരോപണം ജനങ്ങളെ കുറേയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ഫലമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വീണ്ടും പറഞ്ഞിരിക്കുന്നു, രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നതിനും അതിന് കോൺഗ്രസിന് ശക്തി നൽകുന്ന രീതിയിലും ഉള്ളതാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതിയുടെ ഇടപെടൽ. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനെന്നു തെളിഞ്ഞു ഈ വിധിയോടുകൂടി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. सुप्रीम कोर्ट ने कहा कि हिंदुस्तान का चौकीदार, ये देखो जब सवाल हुआ, शर्म नहीं है इस व्यक्ति में। सुप्रीम कोर्ट कहता है कि नरेंद्र मोदी जी जो देश के चौकीदार बने हैं वो चोर हैं। അതേസമയം റഫേൽ പുനഃപരിശോധനാ ഹർജിയോടൊപ്പം പുതിയ രേഖകൾ പരിശോധിക്കുമെന്ന് മാത്രമാണ് കോടതി വിധിയിലുള്ളതെന്നാണ് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രതികരണം. ചൌക്കിദാർ കള്ളനെന്ന് കോടതി പറഞ്ഞതായി പ്രചരിപ്പിക്കുകയാണ് രാഹുലിന്റെ നടപടി കോടതി ലക്ഷ്യമാണെന്ന് നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ പറഞ്ഞു. So that review petition which was filed by 2 former ministers and also one of the lawyer activists is waiting to be heard by the court. By saying this, that court name Manliya, and by also saying that the court has said, these verge on contempt of court. റഫാലിൽ മോദിക്കെതിരെ രാഹുലിന്റെ വിമർശനം, അതിന് നിർമ്മല സീതാരാമന്റെ മറുപടി, ഇത് സ്ഥിരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രചാരണായുധമാക്കാൻ റഫേലിന് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. റഫേൽ പ്രചാരണം ഇത് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ്, അതിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ഇപ്പോൾ കോടതിയിൽ എന്ത് പറഞ്ഞു? കോടതി ഇന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ക്ലാസിഫൈഡ് എന്ന് പറഞ്ഞതും രഹസ്യ സ്വഭാവമുള്ളത് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ വാദിച്ചതിനെ അംഗീകരിക്കുന്നില്ല. ഈ പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്ന രേഖകൾ, ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ രേഖകൾ പോലും റിവ്യൂ പെറ്റീഷന്റെ ഘട്ടത്തിൽ പരിഗണിക്കാം, അതിന്റെ ഒരു തെളിവായി സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത് എന്താണ്? രാജ്യത്തെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, രാജ്യത്തിന്റെ സുരക്ഷാ ഭടൻ അല്ലെങ്കിൽ കാവൽക്കാരൻ കള്ളനാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലിയിൽ പറയുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. സുപ്രീം കോടതി ഈ രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനുവേണ്ടി ഇതൊരു വലിയ പ്രചരണ വിഷയമാകുന്നു, പ്രചരണ ആയുധമാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്രം ആസ്പദമാക്കിയുള്ള സിനിമയുടെ റിലീസ് ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയുകയും ഇന്ന് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ റിലീസ് നാളെ നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഷ്ട്രീയ നേതാക്കളുടെ ജീവചരിത്രം ആസ്പദമാക്കിയുള്ള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ പാടില്ലെന്ന് കമ്മീഷൻ
വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് മുന്നിൽ തന്നെ കണ്ടുകൊണ്ട് നിർമ്മിച്ച ഒരു ചിത്രമാണ്. പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിക്കുന്നു, അവരുടെ ആഗ്രഹം പോലെ ഇത് സ്ക്രീനിൽ എത്തുന്നില്ല. പക്ഷേ BJPക്ക് ഇത് മറികടക്കാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടാവില്ല? BJP സ്വാഭാവികമായും BJPക്ക് പലതരത്തിലുള്ള വഴികൾ സ്വീകരിക്കാം. വേണമെങ്കിൽ ഈ ചിത്രം ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു 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 ബിംബമാക്കി ഉയർത്തി കാണിക്കുന്നത് പോലെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സിനിമയായി തന്നെയായിരിക്കണം ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടാവുക. ഏതായാലും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാൻ വേണ്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു സിനിമയിലൂടെ കാണിക്കുക, അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ കുറെ കൂടി ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുക തുടങ്ങിയതൊക്കെ ആയിരുന്നിരിക്കണം സിനിമയുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഈ നിർമ്മാതാക്കളിൽ നിന്ന് തന്നെ സിനിമയുടെ ചില പ്രത്യേക ഭാഗങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഒരുപക്ഷെ വീണ്ടും കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പരാതിക്കാരോ കോടതിയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെയോ ഒക്കെ സമീപിക്കാം. പക്ഷേ ഏതായാലും ഇത്തരത്തിൽ സിനിമകൾ നിർമ്മിക്കാൻ പ്രതിപക്ഷ കക്ഷികൾക്കും സ്വാതന്ത്ര്യമുണ്ട്, അവർക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഏതായാലും പ്രധാനമന്ത്രിയെ കഥാപാത്രമായി വരുന്ന സിനിമയ്ക്കെതിരെയാണ് കോൺഗ്രസും മറ്റുള്ളവരും രംഗത്ത് വന്നിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഒരു അത്യപൂർവമായ അസാധാരണമായ നടപടിയിലൂടെയാണ് ഇത്തരത്തിൽ ആ സിനിമയുടെ റിലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഏതായാലും രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ട പോളിംഗ് 91 മണ്ഡലങ്ങളിൽ നടക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തെരഞ്ഞെടുപ്പ് ചൂടുമായി ക്ലിയർ കട്ട് വീണ്ടും നാളെ രാത്രി 9 മണിക്ക്.